Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. അപ്പോളോ ക്ലിനിക്, റിയാദ് മോൾ, പെരുമ്പ, Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur. Since 19... നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ സ്മരണകൾ ഉയർത്തി ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഓശാന പെരുന്നാൾ ആഘോഷിച്ചു. വിശുദ്ധവാരത്തിന് തുടക്കം കുറിച്ച് പള്ളികളിൽ കുരുത്തോല പ്രദക്ഷിണവും പീഡാസഹന വായനയും നടന്നു. ചീമേനി രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി CPMന്റെ നേതൃത്വത്തിൽ അനുസ്മരണ പൊതുസമ്മേളനവും റാലിയും. LDF കൺവീനർ EP ജയരാജൻ രക്തസാക്ഷി ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. കോത്തായിമുക്ക് വെള്ളൂർ നാഷണൽ ഹൈവേ സർവീസ് റോഡിന് സമീപമുള്ള പ്രദേശങ്ങളിൽ സാമൂഹ്യ വിരുദ്ധർ മാലിന്യങ്ങൾ തള്ളുന്നത് പതിവാകുന്നു. മാലിന്യങ്ങൾ തള്ളുന്നത് രാത്രിയുടെ മറവിൽ വലിയ വാഹനങ്ങളിൽ എത്തിച്ച്. സമ്പൂർണ്ണ ക്ഷയരോഗമുക്തമെന്ന ലക്ഷ്യത്തിലേക്ക് പയ്യന്നൂർ നഗരസഭ. പദ്ധതി നടപ്പിലാക്കുന്നത് പയ്യന്നൂർ താലൂക്ക് ആശുപത്രി BT യൂണിറ്റിന്റെ സഹകരണത്തോടെ. മുന്നോടിയായി നഗരസഭയിലെ കുടുംബശ്രീ CDS ADS ഭാരവാഹികളുടെ യോഗം. വാർത്തകൾ വിശദമായി. യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ സ്മരണകൾ ഉയർത്തി ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഓശാന പെരുന്നാൾ ആഘോഷിച്ചു. വിശുദ്ധവാരത്തിന് തുടക്കം കുറിച്ച് പള്ളികളിൽ കുരുത്തോല പ്രദക്ഷിണവും പീഡാസഹന വായനയും നടന്നു. യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ സ്മരണകൾ ഉണർത്തി ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഓശാന പെരുന്നാൾ ആഘോഷിച്ചു. വിശുദ്ധവാരത്തിന് തുടക്കം കുറിച്ച് പള്ളികളിൽ കുരുത്തോല പ്രദക്ഷിണവും പീഡാസഹന വായനയും നടന്നു. കഴുതപ്പുറത്തേറി ജെറുസലേം നഗരിയിലേക്ക് യേശുക്രിസ്തുവിന്റെ രാജകീയ പ്രവേശനത്തിന്റെ ഓർമ്മ പുതുക്കി തൃക്കരിപ്പൂർ സെന്റ് പോൾസ് ഇടവക പള്ളിയിൽ ഓശാന പെരുന്നാൾ ആഘോഷിച്ചു. ഉർസുലൈൻ കോൺവെന്റിൽ നിന്നും സെന്റ് പോൾസ് പള്ളിയിലേക്ക് കുരുത്തോലകൾ കൈകളിലെന്തി പ്രദക്ഷിണം നടന്നു. നൂറുകണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. തുടർന്ന് പള്ളിയിൽ ദിവ്യബലിയും പീഡാസഹന വായനയും നടന്നു. ഇടവക വികാരി ഫാദർ വിനു കയ്യാനിക്കൽ കാർമ്മികത്വം വഹിച്ചു. കുഞ്ഞിമംഗലം സെന്റ് മൈക്കിൾസ് പള്ളിയിൽ ഓശാന ഞായർ ആഘോഷിച്ചു. കുരുത്തോല ആശീർവാദം, സാഘോഷമായ പ്രദക്ഷിണവും പീഡാനുഭവ ചരിത്ര വായന, സ്ത്രോത്രയാഗ കർമ്മവും നടന്നു. ഫാദർ തോമസ് മണ്ണകുഴിയിൽ, ഫാദർ പയസ് ജോർജ് എന്നിവർ കാർമ്മികരായിരുന്നു. ചീമേനി രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി CPMന്റെ നേതൃത്വത്തിൽ അനുസ്മരണ പൊതുസമ്മേളനവും റാലിയും സംഘടിപ്പിച്ചു. LDF കൺവീനർ EP ജയരാജൻ രക്തസാക്ഷി ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. ചീമേനി രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായാണ് CPMന്റെ നേതൃത്വത്തിൽ അനുസ്മരണ പൊതുസമ്മേളനവും അനുസ്മരണ റാലിയും സംഘടിപ്പിച്ചത്. രക്തസാക്ഷി ദിനാചരണം LDF കൺവീനർ EP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗും RSSും ബ്രിട്ടീഷുകാരുണ്ടാക്കിയ സംഘടനകളാണെന്ന് EP ജയരാജൻ പറഞ്ഞു. സ്വാതന്ത്ര്യ സമരകാലത്ത് ജനങ്ങളെ മത അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കുക എന്ന തന്ത്രമായിരുന്നു ബ്രിട്ടീഷുകാരുടേത്. അതിനായി ആദ്യം മുസ്ലിം ലീഗ് ഉണ്ടാക്കി, പിന്നീട് RSSും. പിന്നീട് RSS ജന്മിമാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയായി മാറി. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ കർഷക സമരം ഉടലെടുത്തപ്പോൾ അവിടെയും മതാടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കാൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. ഗാന്ധിയനായ മൊയാരത്തിനെ തല്ലിക്കൊല്ല, ഇരുമ്പാണിയടിച്ച പാര കൊണ്ട് തല്ലിക്കൊല്ല മുതിർന്നൊരു പാർട്ടിയാണ് കോൺഗ്രസ്. സഖാവ് അഴീക്കോടിനെ കൊല ചെയ്തവരാണ്. തൃശ്ശൂരിലെ ചെട്ടിയങ്ങാടി തെരുവിലിട്ട് സഖാവ് അഴീക്കോടിനെ കുത്തിക്കൊന്നു. കേരള നിയമസമാജികനായിരുന്ന സഖാവിനെ നിലമ്പൂരിന്റെ വിപ്ലവകാരി വെടിവെച്ചുകൊണ്ട പാർട്ടിയാണ് കോൺഗ്രസ്. ഇവിടെ തന്നെ നിങ്ങൾക്കറിയാം, കുറ്റൂർ
സഖാവ് CP കരുണാകരനെ കുത്തിക്കൊല്ലുകയാണ് ചെയ്തത്. അനുസ്മരണ പൊതുസമ്മേളനത്തിൽ പി ജനാർദ്ദനൻ അധ്യക്ഷനായി. ഇടതുമുന്നണി സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ, M രാജഗോപാലൻ MLA, K സുധാകരൻ, M നളിനാക്ഷൻ, സാബു ഇബ്രഹാം, CJ സജിത്ത് എന്നിവർ സംസാരിച്ചു. മുന്നോടിയായി അനുസ്മരണ റാലിയും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്. കോത്തായ്മുക്ക് വെള്ളൂർ നാഷണൽ ഹൈവേ സർവീസ് റോഡിന് സമീപമുള്ള പ്രദേശങ്ങളിൽ സാമൂഹ്യവിരുദ്ധർ മാലിന്യങ്ങൾ തള്ളുന്നത് പതിവാകുന്നു. രാത്രിയുടെ മറപിടിച്ചാണ് വലിയ വാഹനങ്ങളിലും മറ്റുമായി ഇത്തരത്തിൽ മാലിന്യം തള്ളുന്നത്. കോത്തായ്മുക്ക് വെള്ളൂർ നാഷണൽ ഹൈവേ സർവീസ് റോഡിന് സമീപത്തുള്ള പ്രദേശങ്ങളിലാണ് സാമൂഹ്യ വിരുദ്ധർ മാലിന്യങ്ങൾ തള്ളുന്നത് പതിവാകുന്നത്. രാത്രിയുടെ മറപിടിച്ചാണ് വലിയ വാഹനങ്ങളിലും മറ്റുമായി ഇത്തരത്തിൽ മാലിന്യം തള്ളുന്നത്. ദേശീയപാത നിർമ്മാണം നടക്കുന്നതിനാൽ അതുമായി ബന്ധപ്പെട്ട വാഹനങ്ങൾ രാത്രി സമയങ്ങളിലും മറ്റും ഇവിടങ്ങളിലൂടെ സർവീസ് നടത്താറുണ്ട്. അതിനാൽ ഇത്തരം വാഹനങ്ങളെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാറില്ല. ടോയ്ലറ്റ് മാലിന്യങ്ങളും ആശുപത്രി വേസ്റ്റുകളും അടക്കമാണ് പ്രദേശത്ത് വൻതോതിൽ തള്ളുന്നത്. ഇതിൽ നിന്നുള്ള ദുർഗന്ധം സഹിച്ചാണ് പ്രദേശവാസികൾ വീടുകളിൽ കഴിയുന്നത്. ഇവിടെ കുറേ മാലിന്യം തള്ളിയിട്ടുണ്ട്. 2 മാസം മുമ്പ് ഇതേപോലെ ഭയങ്കര വേസ്റ്റായിട്ട് വീട്ടിൻ്റെ ചുറ്റുവട്ടത്ത് പരിസരത്തുള്ളവരെ ഒരിക്കലും ആകെ നിൽക്കാൻ പറ്റിയ ഭയങ്കര സ്മെല്ലും ഈച്ചയും കാരണം. ഇപ്പം 2 മാസം കഴിഞ്ഞ് അതിന് വേണ്ടുന്ന ഒന്നും നടപടിയൊന്നും ചെയ്തിട്ടുണ്ടായിട്ട കുറച്ച് കുമ്മായം കൊണ്ടുവന്നിട്ട് ഇവിടെ ഇങ്ങനെ വേറിയിട്ട് ഇങ്ങനെ ഇതാക്കിയിട്ട് പോയി. അതിൻ്റെ ഡബിൾ ഇപ്പോൾ ഇന്ന് പൊളിച്ചൊക്കെ ഇത് ആദ്യം കൊണ്ടുവച്ചു. ഇന്നലെ കുമ്മായം നഗരസഭ ഇട്ടിരുന്ന പറഞ്ഞു, നമ്മൾ കണ്ടിട്ടാ കുമ്മായം ഇത് പൊടി ഇത് ഈ വേസ്റ്റ് കൊണ്ട് തള്ളുന്നതിന് മാലിന്യം തള്ളുന്നതിന് വയ്യ തന്നെ ആരെ ഈ കുമ്മായം ഇങ്ങനെ കൊണ്ടിടുന്നത് നമുക്ക് தெரியாது. കിണറും നിലവും സമമായിട്ടുള്ള പ്രദേശമായതിനാൽ മഴക്കാലമായാൽ മാലിന്യങ്ങൾ സമീപത്തുള്ള കുടിവെള്ള സ്രോതസ്സുകളിൽ കലരാനുള്ള സാധ്യതയും ഏറെയാണ്. ആശുപത്രി മാലിന്യങ്ങൾ അടക്കം തള്ളുന്നത് കൊണ്ട് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും ഇത്തരം സാമൂഹ്യ വിരുദ്ധരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ അധികൃതർ തയ്യാറാകണമെന്നുമാണ് പ്രദേശവാസികളുടെ ആവശ്യം. ഇതെല്ലാം കൂടെ കണ്ടിട്ട് കുഞ്ഞുങ്ങളില്ലല്ലോ, ഇപ്പോൾ പല രോഗങ്ങളും അല്ലേ. ഈ കുഞ്ഞുങ്ങളും ആൾ ഒരുപാട് നടക്കണ്ടല്ലേ. വെള്ളക്കെട്ട് കാരണമാണെങ്കിൽ ഇപ്പോൾ മഴ പെയ്യുമ്പോൾ ഇവിടെ ഫുള്ള് വെള്ളക്കെട്ട് ആ പ്രശ്നം വരും. കുഞ്ഞുങ്ങൾ നടക്കണം ഗ്രൗണ്ട് കളിക്കുന്ന ഗ്രൗണ്ടാണ്. അത്രയും അജീർണായിട്ടാണ് ഈ ഗ്രൗണ്ട് ഫുള്ളില്ലത്. ഈ ഭാഗം ഈ പരിസരം മൊത്തം മലിനം കൊണ്ട് ഇതായിട്ടേ ഇത്. വേണ്ടുന്ന നടപടി എന്തെങ്കിലും ചെയ്യണം അധികൃതരോട്. 2 മാസം മുമ്പും പ്രദേശത്ത് ഇത്തരത്തിൽ സമാന സംഭവം നടന്നിട്ടുണ്ട്. ചെറിയ കുട്ടികളുടെ കളിയിടം കൂടിയായ പ്രദേശമായതിനാൽ അവർ പോലും ഇതിൻ്റെ പരിണിതഫലം അനുഭവിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. നഗരസഭയുടെ നേതൃത്വത്തിൽ പ്രദേശത്ത് സാനിറ്റൈസേഷൻ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇതുകൊണ്ട് കാര്യമില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. കുറ്റക്കാരായവരെ കണ്ടെത്തി കർശന നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സമ്പൂർണ്ണ ക്ഷയരോഗമുക്തമെന്ന ലക്ഷ്യത്തിലേക്ക് പയ്യന്നൂർ നഗരസഭ. പയ്യന്നൂർ താലൂക്ക് ആശുപത്രി BT യൂണിറ്റിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. മുന്നോടിയായി നഗരസഭയിലെ കുടുംബശ്രീ CDS ADS ഭാരവാഹികളുടെയും യോഗം ചേർന്നു. പയ്യന്നൂർ നഗരസഭയെ സമ്പൂർണ്ണ ക്ഷയരോഗമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ പദ്ധതി നടപ്പിലാക്കുന്നത്. പയ്യന്നൂർ താലൂക്ക് ആശുപത്രി BT യൂണിറ്റുകളുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുക. ഇതിന്റെ മുന്നോടിയായി നഗരസഭാ പരിധിയിലെ കുടുംബശ്രീ CDS ADS ഭാരവാഹികളുടെ യോഗം ചേർന്നു. നഗരസഭാ ഹാളിൽ ചേർന്ന യോഗത്തിൽ താലൂക്ക് ആശുപത്രിയിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ E നന്ദകുമാർ പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു. TB സൂപ്പർവൈസർ AG ഷാഹിന ക്ഷയരോഗത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ R സന്തോഷ് കുമാർ ക്ഷയരോഗത്തെക്കുറിച്ചുള്ള പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. CDS ചെയർപേഴ്സൺ PP ലീല, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കൗൺസിലർമാർ, CDS ADS ഭാരവാഹികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ലോക ക്ഷയരോഗ ദിനമായ മാർച്ച് 24-ന് നഗരസഭയിലെ 44 വാർഡുകളിലെയും കുടുംബശ്രീ യോഗം ചേർന്ന് ക്ഷയരോഗത്തിനെതിരെയുള്ള പ്രതിജ്ഞയെടുത്ത് സമ്പൂർണ്ണ ക്ഷയരോഗ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കും. 2 ആഴ്ചയിൽ കൂടുതലുള്ള ചുമ, രാത്രികാലങ്ങളിലെ പനി, ശരീരഭാരം കുറയുക തുടങ്ങിയ എന്തെങ്കിലും തരത്തിൽ ക്ഷയരോഗ ലക്ഷണങ്ങൾ ഉള്ളവരെ ആശാപ്രവർത്തകർ മുഖേന കഫ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ക്ഷയരോഗികൾക്ക് സൗജന്യ ചികിത്സ നൽകുകയും ചെയ്യുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമാക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ ചെറുപുഴ റോഡിൽ പെരിങ്ങോം CRPF ക്യാമ്പിന് ഓടിക്കൊണ്ടിരിക്കുന്ന ഗുഡ്സ് ഓട്ടോയ്ക്ക് തീപിടിച്ചു. ഞായറാഴ്ച ഉച്ചയോടെയാണ് സംഭവം. ആളപായമില്ല. പെരിങ്ങോം ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീയണച്ചു. പെരുമ്പ സ്വദേശി മുനീറിന്റെ ഉടമസ്ഥതയിലുള്ള KL 13X1339 ഗുഡ്സ് ഓട്ടോറിക്ഷയ്ക്കാണ് തീപിടിച്ചത്. പയ്യന്നൂർ ചെറുപുഴ റൂട്ടിൽ പെരിങ്ങോം CRPF ക്യാമ്പിന് സമീപത്തായാണ് അപകടം. തീപിടുത്തത്തിൽ ആളപായം ഇല്ല. സംഭവം അറിഞ്ഞ സ്ഥലത്തെത്തിയ പെരിങ്ങോം ഫയർഫോഴ്സ് സംഘം തീയണച്ചു. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ K തോമസിന്റെ നേതൃത്വത്തിലുള്ള ഫയർഫോഴ്സ് സംഘമാണ് തീയണച്ചത്. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ K സുനിൽകുമാർ, PK സുനിൽ, PP ലിജു, PP സജിലാൽ, BN രവീന്ദ്രൻ എന്നിവരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.
മഹിളാ കോൺഗ്രസ് പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഗാന്ധി മന്ദിരത്തിൽ നടന്നു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സൈമൺ അലക്സ് ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ നടന്നു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സൈമൺ അലക്സ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. മഹിളാ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി അത്തായി പത്മിനി, DCC സെക്രട്ടറി MK രാജൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K ജയരാജ്, DCC സെക്രട്ടറി AP നാരായണൻ, നേതാക്കളായ EP ശ്യാമള, MV വത്സല, KM കോമളവല്ലി, AK ശ്രീജ, A രൂപേഷ്, P ലളിത ടീച്ചർ, K സ്മിത തുടങ്ങിയവർ സംസാരിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് PV പ്രിയ അധ്യക്ഷയായി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ക്ഷയരോഗ ദിനാചരണം സംഘടിപ്പിച്ചു. മാത്തലിൽ നടന്ന പരിപാടി പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ TM സതീശൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അതെ, നമുക്ക് ക്ഷയരോഗത്തെ തുടച്ചു നീക്കാം എന്ന സന്ദേശവുമായാണ് ലോക ക്ഷയരോഗ ദിനാചരണത്തിന്റെ ഭാഗമായി കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ മാത്തിൽ ടൗണിൽ ക്ഷയരോഗ ജാഗ്രതാ പരിപാടി സംഘടിപ്പിച്ചത്. കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ TM സതീശൻ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ K പങ്കജാക്ഷൻ അധ്യക്ഷനായി. പയ്യന്നൂർ താലൂക്ക് ആശുപത്രി STLS AG ഷാഹിന ക്ഷയരോഗ ദിന സന്ദേശം നൽകി. പെരിങ്ങോം താലൂക്ക് ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ TM രാജീവ് ക്ഷയരോഗ സന്ദേശ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തുടർന്ന് ആരോഗ്യവകുപ്പ് തയ്യാറാക്കിയ നീങ്ങാം ക്ഷയരോഗ മുക്തിയിലേക്ക് എന്ന ചോദ്യാവലിയുടെ നറുക്കെടുപ്പ് നടത്തി. വിജയികളായ 10 പേർക്ക് സമ്മാന വിതരണവും നടന്നു. വാർഡ് മെമ്പർ ബാബു കുര്യാക്കോസ്, ഹെൽത്ത് ഇൻസ്പെക്ടർ മധുസൂദനൻ മെട്ടമ്മൽ, KT ജയപ്രകാശ്, VP ഗീത എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. UDF കുഞ്ഞിമംഗലം പഞ്ചായത്ത് പ്രവർത്തക കൺവെൻഷൻ കൊയപ്പാറയിൽ നടന്നു. DCC സെക്രട്ടറി രഞ്ജിത്ത് നാറാത്ത് ഉദ്ഘാടനം ചെയ്തു. UDF കുഞ്ഞിമംഗലം പഞ്ചായത്ത് പ്രവർത്തക കൺവെൻഷൻ കൊയപ്പാറയിൽ നടന്നു. DCC സെക്രട്ടറി രഞ്ജിത്ത് നാറാത്ത് ഉദ്ഘാടനം ചെയ്തു. ഇത് വൈവിധ്യങ്ങൾ കൊണ്ട് വൈജാത്യങ്ങൾ കൊണ്ട് നിറഞ്ഞ നാടാണ്. ഇതിനെയെല്ലാം ഒരുപോലെ കോർത്തു കൊണ്ടുപോകാൻ ആർക്ക് സാധിക്കും? പക്ഷേ ഇപ്പൊ 78 വർഷമാകുമ്പോഴത്തേക്കും ഏറെയൊന്നും പോറില്ലാതെ സംരക്ഷിക്കാൻ സാധിച്ചുവെങ്കിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഈ രാജ്യത്തിനകത്ത് ഭാഷയുടെ പേരിൽ, ഭക്ഷണത്തിന്റെ പേരിൽ, വേഷത്തിന്റെ പേരിൽ, വർഗത്തിന്റെ പേരിൽ, വർണ്ണത്തിന്റെ പേരിൽ, മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ പരസ്പരം തമ്മിലടിക്കുന്ന ഒരു പുതിയ രാഷ്ട്രീയം ഉദയം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആരാ ഇതൊക്കെ ഉണ്ടാക്കുന്നത്? MV തമ്പാൻ അധ്യക്ഷനായി. അഫ്സൽ രാമന്തളി മുഖ്യപ്രഭാഷണം നടത്തി. MB ഉണ്ണികൃഷ്ണൻ, SKP സക്കറിയ, സുധീഷ് കടന്നപ്പള്ളി, K വിജയൻ, TP മുസ്തഫ, MTP അഷ്റഫ്, C ശിവദാസൻ, വിജയകുമാരി, K സുമയ്യ, സൈബുനിസ തയ്യിൽ, KV സതീഷ് കുമാർ, ഷിജു കല്ലൻ, നിതീഷ് ബാലകൃഷ്ണൻ, KC ജാഫർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ രംഗത്തിറങ്ങണമെന്ന് സ്വർണ്ണത്തൊഴിലാളി യൂണിയൻ പയ്യന്നൂർ ഏരിയ കൺവെൻഷൻ. CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥികളുടെ വിജയത്തിനു വേണ്ടി രംഗത്തിറങ്ങണമെന്ന് സ്വർണ്ണത്തൊഴിലാളി യൂണിയൻ പയ്യന്നൂർ ഏരിയ കൺവെൻഷൻ ആഹ്വാനം ചെയ്തു. പയ്യന്നൂർ ട്രേഡ് യൂണിയൻ സെന്ററിൽ നടന്ന കൺവെൻഷൻ CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. ഒരു തരത്തിലും അതുമായി ബന്ധപ്പെട്ട ഒരു നടപടി പോലും എടുക്കുന്നതിന് കഴിയില്ല എന്നതാണ് കേരളത്തിനകത്തുള്ള അനുഭവം എന്ന് പറയുന്നത്. അപ്പം അത് അവർക്ക് പഴയതുപോലെ തുടരാൻ കഴിയാത്ത. CV സുജേഷ് അധ്യക്ഷനായി. KV പ്രസന്നൻ, KC ജ്യോതീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കാനായി നോർത്ത് UP സ്കൂളിൽ പുതുതായി നിർമ്മിച്ച കുട്ടികളുടെ പാർക്ക് സ്കൂളിന് സമർപ്പിച്ചു. പാർക്കിന്റെ ഉദ്ഘാടനം MLA TA മധുസൂദനൻ നിർവഹിച്ചു. കാനായി നോർത്ത് UP സ്കൂളിൽ പുതുതായി നിർമ്മിച്ച കുട്ടികളുടെ പാർക്കിന്റെ ഉദ്ഘാടനം TI മധുസൂദനൻ MLA നിർവഹിച്ചു. സാനിറ്ററി നാപ്കിൻ ഡിസ്പോസൽ മെഷീൻ ഉദ്ഘാടനം നഗരസഭാ കൗൺസിലർ സുലോചന ടീച്ചറും നിർവഹിച്ചു. സ്കൂൾ പ്രധാന അധ്യാപിക P വിജയലക്ഷ്മി, നഗരസഭാ കൗൺസിലർമാരായ KM ചന്തുക്കുട്ടി, P ഭാസ്കരൻ, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ PP രത്നാകരൻ, ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ KC പ്രകാശൻ, സ്കൂൾ മാനേജർ NP സുരേഷ് കുമാർ, P ഗംഗാധരൻ, M സന്ധ്യ, MV ദീപ തുടങ്ങിയവർ സംസാരിച്ചു. VV ഗിരീഷ് കുമാർ ചടങ്ങിൽ അധ്യക്ഷനായി. പാർക്ക് രൂപകൽപ്പന ചെയ്ത K ഷിജീഷിന് ചടങ്ങിൽ ഉപഹാരം സമ്മാനിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പരിശുദ്ധ റംളാനിലെ പ്രാധാന്യമേറിയ ആദ്യ പത്തിലെ അവസാന ദിനത്തിൽ തൃക്കരിപ്പൂർ സെന്റ് പോൾസ് UP സ്കൂൾ ഇഫ്താർ വിരുന്ന് നടത്തി. ബീരിച്ചേരി ജുമാ മസ്ജിദ് ഖത്തീബ് അബ്ദുൽ നാസർ അസ്നവി മുഖ്യപ്രഭാഷണം നടത്തി. തൃക്കരിപ്പൂർ സെന്റ് പോൾസ് AIP സ്കൂളിലെ രക്ഷിതാക്കളും അധ്യാപകരും
7ാം തരത്തിൽ പഠിക്കുന്ന 10 ഡിവിഷനുകളിലെയും വിദ്യാർത്ഥികളും സ്കൂൾ വാഹനങ്ങളിലെ ഡ്രൈവർമാരും ചേർന്നാണ് ഇഫ്താർ വിരുന്ന് ഒരുക്കിയത്. സെന്റ് പോൾ സ്കൂൾ ഹാളിൽ നടന്ന ഇഫ്താർ വിരുന്നിന്റെ ഭാഗമായി നടന്ന ചടങ്ങിൽ ബീരിച്ചേരി ജുമാ മസ്ജിദ് ഖത്തീബ് അബ്ദുൽ നാസർ അസ്നവി മുഖ്യപ്രഭാഷണം നടത്തി. സിനിമാ നടനും അധ്യാപകനുമായ കെ ശ്രീധരൻ നമ്പൂതിരി, ഗ്രാമപഞ്ചായത്ത് അംഗം ഇ ശശിധരൻ, സ്കൂൾ മാനേജർ ഫാദർ വിനു കയ്യാനിക്കൽ, സ്കൂൾ പ്രഥമാധ്യാപിക സിസ്റ്റർ ഷീന ജോർജ്, PTA വൈസ് പ്രസിഡന്റ് ടി നസീർ, PTA മുൻ പ്രസിഡന്റ് കരീം ചന്ദേര, മദർ PTA പ്രസിഡന്റ് MC ഖദീജ, M മുഹമ്മദ് റഫീഖ് എന്നിവർ സംസാരിച്ചു. PTA പ്രസിഡന്റ് KP ജയദേവൻ ചടങ്ങിൽ അധ്യക്ഷനായി. ഫ്രണ്ട്സ് കുണ്ടയംകോവിൽ, കേരള ബാങ്ക്, പരിയാരം മെഡിക്കൽ കോളേജ് ബ്രാഞ്ച് എന്നിവ സംയുക്തമായി വായ്പാ മേളയും അനുമോദനവും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ഫ്രണ്ട്സ് കുണ്ടയംകോവിലിന്റെ ആഭിമുഖ്യത്തിൽ കേരള ബാങ്ക്, പരിയാരം മെഡിക്കൽ കോളേജ് ബ്രാഞ്ചിന്റെ സഹകരണത്തോടെ വിവിധതരം വായ്പകളും ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഡ്രൈവിംഗ് പരിശീലന ക്യാമ്പിന്റെ ടെസ്റ്റ് പാസ്സായവർക്കുള്ള അനുമോദനവും കുണ്ടയംകോവിലിൽ നടന്നു. കാങ്കോലലപടമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അതിന് വീട്ടിൽ പോയി മാറണം എന്നൊക്കെ നല്ല ബോധ്യമുണ്ട്. അങ്ങനെ നാളത്തെ ഒരു ദിവസം കൂടിയാണ് നമ്മുടെ മുന്നിലുള്ളത്. ഞാനിത് പറയാൻ കാരണം സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കുന്നതിന് വഴിയിലാണ്. വൈസ് പ്രസിഡന്റ് K പത്മിനി അനുമോദന ചടങ്ങ് നിർവഹിച്ചു. കേരള ബാങ്ക്, പരിയാരം മെഡിക്കൽ കോളേജ് ബ്രാഞ്ച് മാനേജർ CP ദിനേശൻ വായ്പകൾ സംബന്ധിച്ചുള്ള വിശദീകരണം നടത്തി. ക്ലബ്ബ് പ്രസിഡന്റ് PV ഗോപി അധ്യക്ഷനായി. TV സുജേഷ്, EC സതി, KV രതീഷ്, MV ദാമോദരൻ, VV ഓമന, K സിന്ധു, ചെറുട്ട രമേശൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. വാർത്തകൾ തുടരുന്നു. ലോക വനിതാ ദിനത്തിന്റെ ഭാഗമായി പയ്യന്നൂരിൽ രാത്രി നടത്തം സംഘടിപ്പിച്ചു. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A പ്രാർത്ഥന ഉദ്ഘാടനം നിർവഹിച്ചു. ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കോസ്റ്റൽ മലബാർ ബ്രാഞ്ചിന്റെ വനിതാ വിഭാഗമായ വുമൺസ് ഡെന്റൽ കൗൺസിലും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പയ്യന്നൂർ ബ്രാഞ്ചിന്റെ വനിതാ വിഭാഗമായ വുമൺ ഇൻ IMAയും ആൻസ് ഫോറം റോട്ടറി ക്ലബ്ബ് ഓഫ് പയ്യന്നൂർ മിഡ് ടൗണിന്റെ ആൻസ് ഫോറം റോട്ടറി ക്ലബ്ബ് ഓഫ് പയ്യന്നൂരിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് പയ്യന്നൂരിൽ രാത്രി നടത്തം സംഘടിപ്പിച്ചത്. പുതിയ ബസ് സ്റ്റാൻഡ് മുതൽ പഴയ ബസ് സ്റ്റാൻഡ് വരെ നടന്ന രാത്രി നടത്തത്തിന്റെ ഫ്ലാഗ് ഓഫ് കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A പ്രാർത്ഥന നിർവഹിച്ചു. വുമൺ ഡെന്റൽ കൗൺസിൽ കോസ്റ്റൽ മലബാർ ബ്രാഞ്ച് ചെയർപേഴ്സൺ ഡോക്ടർ ജസ്ന അധ്യക്ഷയായി. ഡോക്ടർ ചൈതന്യ, ഡോക്ടർ സുധാ സന്തോഷ്, ഡോക്ടർ സരസ്വതി വേണുഗോപാൽ, സനിക പത്മനാഭൻ, ബിന്ദു, ഡോക്ടർ പ്രീതി, ഡോക്ടർ അഞ്ജലി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ ഭാഗമായി കുണിയനിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും നടത്തി. നിരവധി പേർ ക്യാമ്പിൽ പങ്കാളികളായി. റോട്ടറി കരിവള്ളൂർ മിഡ് ടൗൺ, ഡോക്ടർ പൂജാസ് ആയുർവേദ ക്ലിനിക്ക്, കൈരളി ഗ്രന്ഥാലയം, കുണിയൻ വനിതാ വേദി എന്നിവ സംയുക്തമായാണ് അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ ഭാഗമായി സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും സംഘടിപ്പിച്ചത്. കുണിയൻ കൈരളി ഗ്രന്ഥാലയത്തിൽ നടന്ന മെഡിക്കൽ ക്യാമ്പ് പ്രമോദ് നായനാർ ഉദ്ഘാടനം ചെയ്തു. സന്തോഷ് കോളിയാടൻ അധ്യക്ഷനായി. ഡോക്ടർ പൂജ കനകരാജൻ ക്യാമ്പിന് നേതൃത്വം നൽകി. അന്താരാഷ്ട്ര മാസ്റ്റേഴ്സ് മീറ്റിൽ സ്വർണ്ണ മെഡൽ നേടിയ TV തമ്പായിയെ ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. K അരവിന്ദാക്ഷൻ ഉപഹാര സമർപ്പണം നടത്തി. A അജിത, P കുഞ്ഞികൃഷ്ണൻ, KV ഷനിത്ത് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. വാരണക്കോട് ALP സ്കൂളിന്റെ നേതൃത്വത്തിൽ കളിയൂഞ്ഞാൽ അങ്കണവാടി കുട്ടികളുടെ ക്യാമ്പ് സംഘടിപ്പിച്ചു. ICDS കണ്ണൂർ ജില്ലാ പ്രോഗ്രാം ഓഫീസർ CA ബിന്ദു ഉദ്ഘാടനം ചെയ്തു. വാരണക്കോട് ALP സ്കൂളിന്റെ നേതൃത്വത്തിൽ കളിയൂഞ്ഞാൽ അംഗനവാടി കുട്ടികളുടെ ക്യാമ്പ് സംഘടിപ്പിച്ചു. ICDS കണ്ണൂർ ജില്ലാ പ്രോഗ്രാം ഓഫീസർ CA ബിന്ദു രക്ഷിതാക്കൾക്കുള്ള ക്ലാസും ഉദ്ഘാടനവും നിർവഹിച്ചു. ഏകദേശം 4 വർഷത്തിലധികം ജോലി ചെയ്തിട്ടുണ്ട്. നിരവധി തവണ ഈ അംഗനവാടി വന്നിട്ടുണ്ട്. സ്കൂളും ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. സ്കൂൾ സന്ദർശനമായിട്ടുള്ള സ്കൂളും ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു അംഗനവാടി തന്നെയാണ് ഇവിടെ ഉള്ളത്. CRC കോർഡിനേറ്റർ M ഹർഷ കളിയൂഞ്ഞാൽ അവതരണം നടത്തി. P ഇന്ദു അധ്യക്ഷയായി. EK സാവിത്രി, TV ഗീത, വാരണക്കോട് വിഷ്ണു നമ്പൂതിരി, പ്രസാദ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. EPF പെൻഷനേഴ്സ് അസോസിയേഷൻ കരിവള്ളൂർ യൂണിറ്റ് സമ്മേളനം A1 ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടന്നു. സംസ്ഥാന കമ്മിറ്റി മെമ്പർ KV വാസു ഉദ്ഘാടനം ചെയ്തു. മിനിമം പെൻഷൻ 9,000 രൂപയാക്കുക, DA സമ്പ്രദായം പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് EPF പെൻഷനേഴ്സ് അസോസിയേഷൻ കരിവള്ളൂർ യൂണിറ്റ് സമ്മേളനം ആവശ്യപ്പെട്ടത്.
A1 ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം KV വാസു ഉദ്ഘാടനം ചെയ്തു. P. രാജൻ അധ്യക്ഷനായി. TV കൃഷ്ണൻ നായർ, M. കൃഷ്ണൻ, P. ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പാടിയിൽ മീത്തൽ താഴത്ത് ഭഗവതി ക്ഷേത്രം പുനഃപ്രതിഷ്ഠാ കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി. കളിയാട്ടത്തിന് തുടക്കം കുറിച്ച് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. മാർച്ച് 23 ആരംഭിച്ച് 26 വരെ നീണ്ടു നിൽക്കുന്ന പാടിയിൽ മീത്തൽ താഴത്ത് ഭഗവതി ക്ഷേത്രം പുനഃപ്രതിഷ്ഠാ കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായാണ് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നത്. വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ നടന്ന ഘോഷയാത്രയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. കലവറ നിറയ്ക്കൽ ഘോഷയാത്രയ്ക്ക് ശേഷം ആചാര്യവരണം നടന്നു. ക്ഷേത്രം തന്ത്രി കൊടക്കാട് കുന്നത്തില്ലത്ത് മുരളീകൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുക. ഗണപതി ഹോമം, അനുജ്ഞാന കലശ പൂജ, സംഹാരദത്യ ഹോമം, കലശപൂജ, ശയ്യാപൂജ, നിദ്രാകലശ പൂജ, ജീവോദാസന, മണ്ഡലപൂജ, ജീവകലശം, ശയ്യയിലേക്ക് എഴുന്നള്ളിക്കൽ, തുടർന്ന് വിശേഷാൽ പൂജകൾ, അധിവാസ ഹോമം, ധ്യാനാധിവാസം എന്നിവ നടക്കും. 25 തിങ്കളാഴ്ച രാവിലെ ഗണപതി ഹോമം, വിവിധ പൂജകൾ എന്നിവ നടക്കും. തുടർന്ന് പ്രതിഷ്ഠാകർമ്മവും കലശാഭിഷേകവും നടക്കും. 26 വിവിധ തെയ്യക്കോലങ്ങൾ കെട്ടിയാടും. നെറ്റ്വർക്ക് ന്യൂസ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ സ്മരണകൾ ഉയർത്തി ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഓശാന പെരുന്നാൾ ആഘോഷിച്ചു. വിശുദ്ധവാരത്തിന് തുടക്കം കുറിച്ച് പള്ളികളിൽ കുരുത്തോല പ്രദക്ഷിണവും പീഡാസഹന വായനയും നടന്നു. ചീമേനി രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി CPMന്റെ നേതൃത്വത്തിൽ അനുസ്മരണ പൊതുസമ്മേളനവും റാലിയും. LDF കൺവീനർ EP ജയരാജൻ രക്തസാക്ഷി ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. കോത്തായിമുക്ക് വെള്ളൂർ നാഷണൽ ഹൈവേ സർവീസ് റോഡിന് സമീപമുള്ള പ്രദേശങ്ങളിൽ സാമൂഹ്യ വിരുദ്ധർ മാലിന്യങ്ങൾ തള്ളുന്നത് പതിവാകുന്നു. മാലിന്യങ്ങൾ തള്ളുന്നത് രാത്രിയുടെ മറവിൽ വലിയ വാഹനങ്ങളിൽ എത്തിച്ച്. സമ്പൂർണ്ണ ക്ഷയരോഗമുക്തമെന്ന ലക്ഷ്യത്തിലേക്ക് പയ്യന്നൂർ നഗരസഭ. പദ്ധതി നടപ്പിലാക്കുന്നത് പയ്യന്നൂർ താലൂക്ക് ആശുപത്രി BT യൂണിറ്റിന്റെ സഹകരണത്തോടെ. മുന്നോടിയായി നഗരസഭയിലെ കുടുംബശ്രീ CDS ADS ഭാരവാഹികളുടെ യോഗം. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.